ഇന്നലെ തൃശ്ശൂരിൽ വെച്ച് മുഖ്യമന്ത്രിയും സാംസ്കാരിക പ്രവർത്തകരുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിലാണ് കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ച ഒരു ചോദ്യം മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തുന്നത്. ഷിബു ചക്രവർത്തിയാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ചോദ്യം ഇങ്ങനെയായിരുന്നു: കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നിലവാരം അത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുന്നില്ലല്ലോ എന്നൊരു ചോദ്യമാണ് ഈ ചോദ്യത്തിൻ്റെ ഉള്ളടക്കമായി ഉണ്ടായിരുന്നത്. ഈ ചോദ്യം കേട്ടപ്പോൾ തന്നെ മുഖ്യമന്ത്രി അസ്വസ്ഥനാകുന്നു. മുഖ്യമന്ത്രിയുടെ മറുപടിയും ആ തരത്തിലായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചില പോരായ്മകളൊക്കെ തന്നെ ഉണ്ട്, പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ശ്രമം ആരിൽ നിന്നും ഉണ്ടാകരുത് എന്നാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. എന്നാൽ എന്തൊക്കെയാണ് കെ.ആർ. നാരായണൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചില പോരായ്മകൾ എന്ന് ഇവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ പറയുന്നു. ആ മറുപടികൾ, വിദ്യാർത്ഥികൾ പറയുന്ന മറുപടികൾ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ഫാക്കൽറ്റിയുടെ എണ്ണം കുറവാണ്. നമ്മുടെ ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും സിനിമാറ്റോഗ്രാഫിയിലാണ് മെയിനായിട്ട്, അതായത് ആൾക്കാർ വരുന്നുണ്ട്, അതേപോലെ നിൽക്കുന്നില്ല എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പം പുതുതായിട്ട് വീണ്ടും നമ്മുടെ പുതിയ ഡയറക്ടർ വന്നതിന് ശേഷം, ജിജോയ് സാറ് വന്നതിന് ശേഷം അതിൻ്റേതായ രീതിയിൽ എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ട്. അപ്പോൾ HOD ആണെങ്കിലും അസിസ്റ്റൻറ്റ് പ്രൊഫസറിനാണെങ്കിലും സിനിമാറ്റോഗ്രാഫിയിലും അടുത്ത അധ്യയന വർഷത്തിന് മുന്നായിട്ട് ആളുകളെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നോട്ടിഫിക്കേഷനും പോകുന്നുണ്ട്. ഇപ്പോൾ 2 സാറ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. പുതിയൊരാൾക്ക് വേണ്ടിയിട്ട് സിനിമാറ്റോഗ്രാഫി അടുത്ത അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് ആളും എത്തും എന്നുള്ള തരത്തിലാണ് പോകുന്നത്. നിലവിൽ ഗസ്റ്റ് ഫാക്കൽറ്റി വെച്ചാണോ നിലവിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അല്ല, ഗസ്റ്റ് ഫാക്കൽറ്റി മീൻസ് സിനിമാറ്റോഗ്രാഫിയിൽ മാത്രമാണ് അങ്ങനെ ഒരു വിഷയമുള്ളത്. ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അത്യാവശ്യം സാറന്മാർ വരുന്നുണ്ട്. പണ്ട് മുതലേ നിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. മുൻപ് ഒരു 6 മാസക്കാലം ഡയറക്ടറോ ഡീനോ പെർമനൻ്റ് ആയിട്ടുള്ള ആൾക്കാരില്ലാതെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഡയറക്ടറും പെർമനൻ്റ് ആയിട്ടുള്ള ഡീന് ഇതുവരെ വന്നിട്ടില്ല. പെർമനൻ്റ് ആയിട്ടൊരു ഡയറക്ടർ വന്നതിന് ശേഷം അതിൻ്റേതായ മാറ്റം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ അധ്യയന വർഷം ഫണ്ട് കൂടുതൽ കിട്ടിയിട്ടുള്ള 2 സ്ഥാപനങ്ങളിലൊന്നാണ് കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും വേണ്ട തരത്തിലുള്ള നടപടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഷിബു ചക്രവർത്തി സാറ് പറഞ്ഞ ആ ചോദ്യത്തെയും മാനിക്കുന്നു, തിരിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉത്തരത്തിനെയും മാനിക്കുന്നു. അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഓരോ ഇടപെടലുകൾ, വ്യക്തമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ചെങ്കിലും മെച്ചപ്പെട്ട രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്ക് ചെയ്തു പോകുന്നത്. എന്തായാലും വിദ്യാർത്ഥികളിൽ നിന്ന് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യം, ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അധ്യാപകരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട്. ഗസ്റ്റ് അധ്യാപകരെ വച്ചാണ് പലപ്പോഴും ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേസമയം തന്നെ പുതിയ ഡയറക്ടർ ചാർജ് എടുത്തതിന് പിന്നാലെ വലിയ കാര്യമായ പുരോഗതി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നടത്തിപ്പിലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. കോട്ടയത്ത് നിന്ന് ഷിനോജ് എസ് ടി, മാതൃഭൂമി ന്യൂസ്.